AICC ആസ്ഥാനത്തെ വന്ദേമാതര വിവാദത്തിൽ സോണിയാഗാന്ധിക്കെതിരെ എല്ലാ സംസ്ഥാനങ്ങളിലും പരാതി നൽകാൻ BJP. സോണിയാഗാന്ധി വന്ദേമാതരത്തെ ബോധപൂർവം തടസ്സപ്പെടുത്തിയെന്നാണ് BJPയുടെ ആരോപണം. കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കി. സോണിയാഗാന്ധി പരസ്യമായി മാപ്പ് പറയണമെന്നാണ് ആവശ്യം. അതേസമയം ദില്ലിയിലും കർണാടകയിലും നൽകിയ പരാതികളിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല. നോബൽ മാരിക്കാരനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് നോബൽ. അന്നത്തെ ആ സംഭവം, അതായത് വന്ദേമാതരം മുഴുവനായി ആലപിച്ചു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൈവിട്ടുപോയ കാര്യമാണ്. അതിൽ പരാതി ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായത്. BJP അതൊരു ആയുധമാക്കുകയും ചെയ്യുമെന്നുള്ളത്. എന്തായാലും പരാതി എല്ലാ സംസ്ഥാനങ്ങളിലും നൽകാനുള്ള തീരുമാനമാണ്. എന്താണ് നീക്കം? വെരി ഗുഡ് മോർണിംഗ് സുധി, അശ്വതി. കോൺഗ്രസിന്റെ കഴിഞ്ഞ ദിവസത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിലാണ് വന്ദേമാതരം മുഴുവനായി പാടുന്ന സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ തീരുമാനത്തിന് എതിരായിരുന്നു അത്. അതിന് പിന്നാലെയാണ് സോണിയാഗാന്ധി ഈ വന്ദേമാതരം ഏറെക്കുറെ പകുതിയോളം എത്തുമ്പോഴേക്കും നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് കൈകൊണ്ട് ആംഗ്യം അടക്കം കാണിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ BJP ഇതൊരു ആയുധമാക്കുമെന്നും ഇത്തരത്തിൽ കേസുകൾ നൽകുമെന്നും ഏറെക്കുറെ ഉറപ്പായിരുന്നു. നിലവിൽ ദില്ലിയിലും അതോടൊപ്പം കർണാടകയിലും മാത്രമാണ് കേസുകൾ നൽകിയത്. പക്ഷെ അങ്ങനെയല്ല, മൊത്തം എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ നൽകാനുള്ള നീക്കമാണ് BJP ആരംഭിച്ചിരിക്കുന്നത്. അതായത് എല്ലായിടത്തും ഇത്തരത്തിൽ വന്ദേമാതരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ദേമാതരത്തെ സോണിയാഗാന്ധി അപമാനിച്ചു, തടയാൻ ശ്രമിച്ചു എന്ന് കാണിച്ചുകൊണ്ട് പരാതികൾ നൽകാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇന്നു മുതൽ പരാതികൾ എത്തിത്തുടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. ദില്ലിയിലും കർണാടകയിലും കൊടുത്ത പരാതിയിൽ ഇതുവരെ പോലീസ് എന്താണെങ്കിലും കേസെടുത്തിട്ടില്ല, നിയമോപദേശം അടക്കം തേടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൽ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസ് ഒരു തീരുമാനം അന്തിമമായി എടുക്കുക. എല്ലാ സംസ്ഥാനങ്ങളിലും കേസുകൾ നൽകുകയാണെങ്കിൽ സ്വാഭാവികമായി അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും. എല്ലായിടത്തും സോണിയാഗാന്ധിക്ക് ജാമ്യം എടുക്കാനൊക്കെ പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരത്തെ രാഹുൽ ഗാന്ധിക്കെതിരെ സമാനമായി തന്നെ പല വിഷയങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഒരേ കേസുകൾ BJP പ്രവർത്തകർ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായ സാഹചര്യമാണ് ഈ വന്ദേമാതരത്തിന്റെ കാര്യത്തിലും സോണിയാഗാന്ധിക്കെതിരെ BJP നടത്താൻ പോകുന്നത്, സംഘപരിവാർ സംഘടന നടത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇന്ന് ഇപ്പോൾ കൂടുതൽ കേസുകൾ വരികയാണ്. അതേസമയം പ്രതിപക്ഷ പാർട്ടികളിൽ ചില പാർട്ടികൾക്ക് കോൺഗ്രസ് അന്ന് വന്ദേമാതരം മുഴുവൻ ആലപിച്ചതിൽ എതിർപ്പുണ്ടെങ്കിലും ഭൂരിഭാഗം പാർട്ടികളും സോണിയാഗാന്ധിക്ക് പിന്തുണയെത്തുന്ന കാഴ്ച കൂടി എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ DMK അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ സോണിയാഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ശിവസേന, ഉദ്ധവപക്ഷം അടക്കമുള്ള പാർട്ടികൾക്കും ആ നിലപാട് ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നു. അതാണെങ്കിലും കൂടുതൽ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയൊക്കെ സോണിയാഗാന്ധിക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. സോണിയാഗാന്ധിക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കാം. പ്രത്യേകിച്ച് അതൊരു പ്രതികാര രാഷ്ട്രീയത്തെ നടപടി എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. അതേസമയം BJP ആകട്ടെ ഇതൊരു ഗോൾഡൻ ചാൻസായി കണ്ടുകൊണ്ട് സോണിയാഗാന്ധിക്കെതിരെ ഒരു കേസ് വരും. പക്ഷേ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് ബില്ല് പാസ്സാക്കിയത് നിയമമായ ശേഷം വന്ദേമാതരത്തെ അവമാനിക്കുകയോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്തതുമായി ബന്ധപ്പെട്ട ആദ്യ കേസ് ഒരു പക്ഷേ എത്തുന്ന രാജ്യത്ത് സോണിയാഗാന്ധിക്കെതിരെ ആയിരിക്കും എന്ന പ്രത്യേകത കൂടി എന്താണെങ്കിലും വരാനുണ്ട്. അതാണെങ്കിലും സോണിയാഗാന്ധിക്കെതിരെ ഇന്നും വിവിധ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ വിവിധ ജില്ലകളിലടക്കം കേസുകൾ നൽകാനുള്ള സാധ്യതയുള്ളത്. BJP അതുമായി ബന്ധപ്പെട്ട നീക്കത്തിലേക്കാണ് ഉള്ളത് എന്ന് അറിയാൻ കഴിയുന്നു. ഓക്കെ, വ്യക്തമാണ്. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.